ഈസി മാത്സ് PSC ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസവും 5 ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത്. ഈ 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏകദേശം എല്ലാ PSC ടെസ്റ്റിലും വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ മോഡൽസ് വരും എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏകദേശം എല്ലാ PS ടെസ്റ്റിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: തോമസ് തൻ്റെ ബോട്ട് 40 കിലോമീറ്റർ വടക്കോട്ടും പിന്നീട് 40 കിലോമീറ്റർ പടിഞ്ഞാറോട്ടും ഓടിച്ചു. ഇപ്പോൾ പുറപ്പെട്ട സ്ഥലത്തിൻ്റെ എത്ര ദൂരെയാണ് നിൽക്കുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. തോമസ് തൻ്റെ ബോട്ട് 40 കിലോമീറ്റർ 40 കിലോമീറ്റർ നോർത്തിലേക്കും പിന്നീട് 40 കിലോമീറ്റർ വെസ്റ്റിലേക്കും ഓടിക്കുന്നു. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ് തോമസ് ഉള്ളത് എന്നതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസേഴ്സിൻ്റെ ഓപ്ഷൻ A 60 കിലോമീറ്റർ, B 80 കിലോമീറ്റർ, C 40√2, D 40√3 ഇങ്ങനെയാണ് ആൻസേഴ്സ്. അപ്പോൾ ഒന്നുകൂടി ക്വസ്റ്റ്യൻ: തോമസ് തൻ്റെ ബോട്ട് 40 കിലോമീറ്റർ വടക്കോട്ടും പിന്നീട് 40 കിലോമീറ്റർ പടിഞ്ഞാറോട്ടും ഓടിച്ചു. ഇപ്പോൾ പുറപ്പെട്ട സ്ഥലത്തിൻ്റെ എത്ര ദൂരെയാണ് നിൽക്കുന്നത്? ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ ഡയറക്ഷൻസ് ഓർമ്മ വരണം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എങ്ങനെ വരുന്നു എന്ന് ഓർമ്മ വരണം. അതായത് വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്ന ഡയറക്ഷൻസ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് നോട്ട് ചെയ്യുന്നു. ഇവിടെ നോർത്താണ്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഒന്നുകൂടി പറയാം. ഇത് നോർത്ത് എന്ന് പറയുന്നത് എന്താണ്? വടക്ക്. ഇത് സൗത്ത് തെക്കാണ്, ഈസ്റ്റ് കിഴക്കെന്നാണ്, വെസ്റ്റ് പടിഞ്ഞാറ്. ഇത്രയുമാണ് നമ്മൾ ഇതിലെ ഡയറക്ഷൻസ് വരുന്നത്. ഓക്കെ, ഇനി ഈ ഡയറക്ഷൻ നമ്മുടെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തോമസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് എന്താണ് 40 കിലോമീറ്റർ വടക്കോട്ട് യാത്ര ചെയ്യുന്നു. അപ്പോൾ വടക്കോട്ടെന്ന് പറയുമ്പോൾ നോക്കുക, നോർത്തിലേക്ക് 40 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. അപ്പോൾ എന്താണ് നോർത്തിലേക്ക് വടക്കോട്ട് 40 കിലോമീറ്റർ. പിന്നെ അവിടെ നിന്ന് എന്താണ് പടിഞ്ഞാറോട്ട് 40 കിലോമീറ്റർ. പടിഞ്ഞാറോട്ടെന്ന് പറയുമ്പോൾ വെസ്റ്റിലേക്ക് എത്രയാണ്? 40 കിലോമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സ്റ്റാർട്ടിംഗ് പോയിന്റും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് എപ്പോഴും അത് പെർപെൻഡിക്കുലർ എന്ന മീനിങ്ങിൽ എടുക്കത്തുള്ളൂ. ഇത് നമുക്കറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അറിയാം നമുക്ക് കർണം കണ്ടുപിടിക്കാൻ. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ അധികം ലംബം സ്ക്വയർ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ സ്ക്വയർ മാറ്റണമെങ്കിൽ സ്ക്വയർ മാറ്റിയിട്ട് ഇവിടെ റൂട്ട് കൊടുത്താൽ മതി. അതായത് ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഇത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരണം. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുവാണ്. ഇതിൻ്റെ ബേസ് പാദം എന്ന് പറയുന്നത് 40 സ്ക്വയർ ആണ്, 40 ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു, 40 സ്ക്വയർ. ലംബം അതായത് ഇതിൻ്റെ എന്താണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 40 ആണ്. ഇങ്ങനെ ചെയ്യണം. ഇവിടെയാണ് ട്രിക്ക് യൂസ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ട്രിക്ക് യൂസ് ചെയ്യേണ്ടത്? നോർമലി ഈ ക്വസ്റ്റ്യൻ കണ്ടുടൻ ഫസ്റ്റിൽ കുട്ടികൾ 40യുടെ സ്ക്വയർ കാണും. 40യുടെ സ്ക്വയർ എത്രയാണ്? 1600. അതുപോലെ 2 40യുടെ സ്ക്വയർ കൊണ്ട് ആഡ് ചെയ്യും. അപ്പോൾ 3200 കിട്ടും. പിന്നെ അതിൻ്റെ റൂട്ട് എടുക്കാൻ ശ്രമിക്കും. അതിൻ്റെ റൂട്ട് എടുത്ത് ഫാക്ടറൈസേഷൻ അതിൻ്റെ ഘടകങ്ങളൊക്കെ കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോഴേക്കും ഒരു 5 മിനിറ്റ്സ് അങ്ങ് പോയി കിട്ടും. അവിടെ നിങ്ങൾ ട്രിക്ക് യൂസ് ചെയ്യുക. ഇവിടെ എന്താണ് ട്രിക്ക് യൂസ് ചെയ്യേണ്ടത്? സിമ്പിളാണ്. ഇവിടെ നോക്കുക, നമ്മൾ A സ്ക്വയർ പ്ലസ് A സ്ക്വയർ എന്ന് പറയുവാണെങ്കിൽ നമുക്കതിനെ 2A സ്ക്വയർ എന്നെടുക്കാം, അല്ലേ? A സ്ക്വയർ പ്ലസ് A സ്ക്വയർ 2A സ്ക്വയർ. അതായത് 2 നമ്പേഴ്സും ലൈക്ക് ടേംസ് ആണെങ്കിൽ A സ്ക്വയർ ലൈക്ക് ടേംസ് ആണെങ്കിൽ ആഡ് ചെയ്ത് നമ്പർ എഴുതിയാൽ മതി. അപ്പോൾ 2A സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? റൂട്ട് ഓഫ് 2 × 40 സ്ക്വയർ എന്ന് എഴുതാം. സിമ്പിൾ അല്ലേ? ഇതിപ്പോൾ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? 2 × 40 ഉണ്ടെങ്കിൽ 40 ഔട്ട്സൈഡ് എടുക്കുക, √2 ഇൻസൈഡ് എഴുതുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 40√2. ഇത്രയും സിമ്പിളാണ്. അപ്പോൾ ഈ കാൽക്കുലേഷനാണ് നമ്മുടെ ഈസി മാത്സ്
ട്രിക്സിലൂടെ നിങ്ങൾ കണ്ടെത്തേണ്ടത് എങ്ങനെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത് ചെയ്യുവാണെങ്കിൽ മാക്സിമം 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ സി ആണ്. സി 40√2 കിലോമീറ്റർ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. മനസ്സിലായല്ലോ? സിമ്പിൾ അല്ലേ? ഓക്കെ, ഞാൻ അധികമൊന്നും പറയുന്നില്ല. ഓക്കെ ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: 5, 8, 12, 17. 5, 8, 12, 17 എന്ന സംഖ്യാശ്രേണിയുടെ അടുത്ത പദം കണ്ടെത്തുക. വളരെ സിമ്പിളാണ്. സീക്വൻസ് ആൻഡ് സീരീസ് ആണ്. സീക്വൻസ് എന്താ തന്നിട്ടുള്ളത്? 5, 8, 12, 17 എന്നതിൻ്റെ നെക്സ്റ്റ് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻസേഴ്സ് തന്നിരിക്കുന്നത് A20, B23, C26, D28. ഇങ്ങനെയാണ് ആൻസേഴ്സ് തന്നിട്ടുള്ളത്. ഓക്കെ, വളരെ സിമ്പിളാണ് ക്വസ്റ്റ്യൻ. പക്ഷേ ഈ ക്വസ്റ്റ്യനും നിങ്ങൾ നോർമലി ഇങ്ങനെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോർമലി ഒത്തിരി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം ഈസി ആയിട്ട്. നോർമലി കുട്ടികൾ ഒത്തിരി ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട. ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ നമ്പറുകളുടെ എല്ലാം ഡിഫറൻസ് കാണുക. നെക്സ്റ്റ് ഡിഫറൻസ് എന്താണ്? അപ്പോൾ ഈ നമ്പറിനോട്, ഫസ്റ്റ് നമ്പറിനോട്, ആദ്യത്തെ പദത്തിനോട് എത്ര ആഡ് ചെയ്തപ്പോൾ നെക്സ്റ്റ് നമ്പർ കിട്ടി? 3 ആണല്ലേ. 5 + 3 = 8. അടുത്ത് നോക്കി എത്ര ആഡ് ചെയ്തപ്പോൾ 12 കിട്ടി. 4 നോക്കി. 12നോട് എത്ര ആഡ് ചെയ്തപ്പോൾ 17 കിട്ടി. 5. അപ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കിട്ടും. അല്ലാതെ നിങ്ങളിരുന്ന് നോക്കിയാൽ എത്ര ടൈം നോക്കിയാലും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നോക്കുക, 3, 4, 5. അപ്പോൾ എന്താണ് സംഭവിച്ചത്? 3, 4, 5 ഈസ് കൗണ്ടിങ് നമ്പർ. എണ്ണൽ സംഖ്യയാണ്. എണ്ണൽ സംഖ്യ നമ്മൾ ആഡ് ചെയ്ത് എഴുതി. അപ്പോൾ അടുത്ത നമ്പറിനോട് എത്രയാകും ആഡ് ചെയ്തിട്ടുള്ളത്? 6 ആവും ആഡ് ചെയ്യുക. വളരെ സിമ്പിളാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ എടുത്തെഴുതുമ്പോൾ ചിലപ്പോൾ ഇതിപ്പോൾ AP, അതായത് അഡീഷൻ വരുന്ന പ്രോഗ്രഷനാണ്, അഡീഷൻ വരുന്ന സംഖ്യാശ്രേണിയാണ്. ചിലപ്പോൾ ഇത് എന്താണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് വരും. അത് നിങ്ങൾ ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒത്തിരി പ്രാക്ടീസ് ആവും. ഇത് സിമ്പിളാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം? 17നോട് 6 ആഡ് ചെയ്യണം. 17നോട് 6 ആഡ് ചെയ്യുമ്പോൾ 23 ആണ് അതിൻ്റെ ആൻസർ. നമുക്ക് നോക്കാം ആൻസർ ഉണ്ടോ എന്ന്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. 5, 8, 12, 17 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ, അതിൻ്റെ ആൻസർ ബി ആണ്. B23. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓൾറെഡി 2 ക്വസ്റ്റ്യൻ നോക്കി, ഇനി 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മുടെ സിമ്പിൾ സിസ്റ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈസി മാത്സിൻ്റെ പേജിലുണ്ട്. ഈസി മാത്സ് PSC ട്രിക്സ് എന്നല്ല, ഈസി മാത്സ് എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ഈസി മാത്സിൻ്റെ പേജിൽ പോയിട്ട് നോക്കിയാൽ നമ്മുടെ എല്ലാ വീഡിയോസ് ഉണ്ടാകും. അവിടെ നോക്കിയിട്ട് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നമ്മുടെ കണ്ടിന്യൂഷൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഈസി ആവും, ചിലത് ഡിഫിക്കൽട്ട് ആവും. നെക്സ്റ്റ് ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ എന്താ പറയുക, പെട്ടെന്ന് നിങ്ങൾക്ക് അത് തെറ്റൊന്നും സംഭവിക്കത്തില്ല. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 3, 5, 7, 9 ഇവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ്? ഈ തന്നേക്കുന്ന നമ്പറിൽ ഒരു നമ്പർ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് ആണ്. ഏതാണ് നമ്പർ? തന്നേക്കുന്ന നമ്പർ ഇങ്ങനെയാണ്: 3, 5, 7, 9. ഓക്കെ, അതിൻ്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുള്ളത് 3, 5, 7, 9 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. എല്ലാ നമ്പേഴ്സും ഓപ്ഷനാണ്. 3, 5, 7, 9 4 നമ്പേഴ്സേ ഉള്ളൂ. 4ഉം ഓപ്ഷനാണ്. ഏത് നമ്പറാണ് സെലക്ട് ചെയ്യുക? ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇതെല്ലാം എന്താണ് ഓഡ് നമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ ഇതെല്ലാം ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? പക്ഷേ നമ്മൾ ഒന്നുകൂടി നോക്കുക, വളരെ സിമ്പിളാണ്. ഈ നമ്പറിൽ നിന്നും 9 ഒരു വ്യത്യാസമുണ്ട്. 9 എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ റൂട്ടുള്ള, അതായത് കംപ്ലീറ്റ് സ്ക്വയർ, ഒരു പൂർണ്ണ സ്ക്വയർ റൂട്ടുള്ള സംഖ്യയാണ് 9. അതായത് √9 എടുത്തു കഴിഞ്ഞാൽ 3 ആണ് ആൻസർ. ഓക്കെ, അതുകൊണ്ട് 9 എന്ന് പറയുന്നത് ഈ നമ്പറുകളിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സംഖ്യയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ രീതിയിലും ചിന്തിക്കണം. ക്വസ്റ്റ്യൻസ് വന്നാൽ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തതിൽ ഇതുപോലുള്ള ഒത്തിരി ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വരുന്ന ക്ലാസ്സുകളിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾക്ക് തന്നെ ഏതെങ്കിലും നമ്പർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഓക്കെ അത് അയക്കുക, അതും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഈ ക്വസ്റ്റ്യനും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം.
അടുത്ത ക്വസ്റ്റ്യനും വളരെ ഈസിയാണ്, പക്ഷെ അത് കുറച്ച് നമുക്ക് കൺഫ്യൂഷൻ, കോംപ്ലിക്കേഷൻ വരാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരു ഗ്രൂപ്പിലെ 10 കുട്ടികളുടെ ശരാശരി വയസ്സ് 15 ആണ്. 20, 22 എന്നീ വയസ്സുള്ള 2 അംഗങ്ങൾ കൂടി ആ ഗ്രൂപ്പിൽ വന്നു. ഇപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ശരാശരി വയസ്സ് എത്രയാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഒരു ഗ്രൂപ്പിൽ 10 സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ ആവറേജ് ഏജ് 15 ആണ്. 20, 22 എന്നീ ഏജുകളുള്ള 2 മെമ്പേഴ്സ് കൂടി അതിൽ ജോയിൻ ചെയ്തു. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ആവറേജ് ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുള്ളത് A 15.5, B 16, C 16.5, D 17. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇതിലല്ല നോർമലി കോംപ്ലിക്കേഷൻസ് വരുന്നത് ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് 10 കുട്ടികൾ, 10 സ്റ്റുഡൻസ് ആ ഗ്രൂപ്പിലുണ്ട്. ഇപ്പോൾ അതിലേക്ക് 2 കുട്ടികളുടെ ആഡായി. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കുക, നമുക്ക് ആവറേജ് കാണണമെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വേണം. ഈ ഗ്രൂപ്പിൽ 10 സ്റ്റുഡൻസ് ഓൾറെഡി ഉണ്ട്, 2 സ്റ്റുഡൻസ് കൂടി വന്നു, 12 ആയി. ഈ സെയിം ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം. എങ്ങനെ ചോദിക്കുമെന്നറിയോ? 10 സ്റ്റുഡൻസ് ഉണ്ട്, 2 സ്റ്റുഡൻസ് അതിൽ നിന്ന് റീപ്ലേസ് ആക്കിയിട്ട് മറ്റു 2 കുട്ടികൾ വരുന്നു. അല്ലെങ്കിൽ ഒരു ടീം എന്ന് പറയാം, ടീമാണ് 10 കുട്ടികളുള്ള ഒരു ടീം. അതിൽ നിന്ന് 2 കുട്ടികൾ പോവുകയും പുതിയ 2 കുട്ടികളെ ആഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നോക്കുക, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 2 പേര് പോയി 2 പേര് ആഡ് ആവുമ്പോൾ അവിടെ 10 തന്നെയാണ്. അപ്പോൾ ഇതിലെ ഡിഫറൻസ് ബേസിക്കലി നിങ്ങൾക്കിത് അറിയാമായിരിക്കും. എക്സാം ഹാളിലുള്ള ടെൻഷനിൽ നിങ്ങൾക്കിത് മിസ്റ്റേക്ക് വരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ വളരെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ മിസ്റ്റേക്ക് വരാത്ത രീതിയിൽ ചിന്തിച്ചിട്ട് ചെയ്യുക. ക്വസ്റ്റ്യനിൽ പറയുന്നത് 2 കുട്ടികൾ ആഡായി എന്ന് മാത്രമാണോ, അതല്ലെങ്കിൽ 2 കുട്ടികൾ പോയിട്ട് മറ്റു 2 കുട്ടികൾ വന്നോ എന്നതാണ്. ആവറേജ് കാണാൻ നമുക്കറിയാം, ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എന്ന് പറയുന്നതാണ് ആവറേജ്. ആകെ ഉള്ള തുകയെ ആകെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആവറേജ് കിട്ടുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. നോർമലി നമ്മൾ എന്ത് ചെയ്യണം? 2 കുട്ടികൾ റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ ആ 2 കുട്ടികളുടെ എന്താണ് വയസ്സ് സബ്ട്രാക്ട് ചെയ്ത് പുതുതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരുടെ വയസ്സ് ആഡ് ചെയ്യണം. പക്ഷെ ഇവിടെ അതല്ല, 2 പേര് ആഡാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ശരാശരി ഏജ് എന്ന് പറയുന്ന 10 കുട്ടികളുടെ 15 ആണ്. അപ്പോൾ ഫസ്റ്റ് 10 കുട്ടികളുടെ ഏജ് എന്ന് പറയുന്നത് 15 × 10 150 ആണ്. 10 കുട്ടികളുടെ ഏജ് എന്ന് പറയുന്നത് 150 ആണ്. അപ്പോൾ അതിനോടുകൂടെ 2 കുട്ടികൾ ആഡാവുന്നു. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് എഴുതി 1 2 3 സ്റ്റെപ്പായിട്ട് എഴുതണ്ട, ഇവിടെ തന്നെ ആഡ് ചെയ്താൽ മതി. 2 കുട്ടികൾ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്ത് 2 കുട്ടികൾ, സോറി റീപ്ലേസ് അല്ല, ആ പദം പറയുന്നില്ല, റീപ്ലേസ് അല്ല, 2 കുട്ടികളുടെ ആഡാക്കി. റീപ്ലേസ് അല്ല, വീണ്ടും ചിന്തിക്കുക, 2 കുട്ടികളുടെ ആഡായി. ഞാൻ തന്നെ റീപ്ലേസ് എന്ന് പറയാൻ കാരണം എന്തെന്നറിയോ? ഞാൻ ഓൾമോസ്റ്റ് PSC ക്വസ്റ്റ്യൻസ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോഴും ഞാൻ മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്ന റീപ്ലേസ് ആണ്. അതുകൊണ്ടാണ് റീപ്ലേസ് അധികം അറിയാണ്ട് വന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാനുള്ള കാരണവും റീപ്ലേസ് അല്ല എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളത് ഒത്തിരി കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ആഡ് ചെയ്യുക 2 9 192. ഇപ്പോൾ എന്താണ്? 192 ആണ് ടോട്ടൽ. അപ്പോൾ 12 കുട്ടികളുടെ ആവറേജ് കാണാൻ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 ടൈം 12 72. 72 എത്ര ടൈംസ് ആണ്? 6 എത്രയാണ് വരുന്നത്? 6 ടൈംസ് അല്ലേ? 6 ടൈംസ് 72. അപ്പോൾ ഇതിൻ്റെ ആവറേജ് ഏജ് എത്രയാണ്? 16 ആണ്. ഇതിൻ്റെ ആവറേജ് ഏജ് നമ്മുടെ ആൻസർ നോക്കാം. ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും വായിക്കുന്നത് ഒന്ന് നിങ്ങളുടെ ബ്രെയിനിലേക്ക് അത് എത്താൻ വേണ്ടിയിട്ടും സെക്കൻഡറി ആരെങ്കിലും എഴുതി നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതാൻ കൂടി വേണ്ടിയിട്ടാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരു ഗ്രൂപ്പിലെ 10 കുട്ടികളുടെ ശരാശരി വയസ്സ് 15 ആണ്. 20, 22 വയസ്സുള്ള 2 അംഗങ്ങൾ കൂടി ആ ഗ്രൂപ്പിൽ വന്നു. ഇപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ശരാശരി വയസ്സ് എത്ര? ഓപ്ഷൻസ് ഉണ്ട്: 15.5, B 16, 16.5 17. ഇങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ബി ആണ് നമുക്ക് കിട്ടിയ ആൻസർ, 16 ആണ് അതിൻ്റെ ആൻസർ.
വളരെ സിമ്പിളാണ് അല്ലേ? വളരെ സിമ്പിൾ എന്ന് വെച്ചാൽ കൺഫ്യൂഷൻസ് വരാം, പക്ഷെ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 17/36 ഇതിന് തുല്യമായ ഭിന്നസംഖ്യ ഏത്? 17/36 സെയിം ആയിട്ട് വരുന്ന ഇക്വാലൻ്റ് ഫ്രാക്ഷൻ, തുല്യമായ ഭിന്നസംഖ്യ, അതായത് ഇക്വാലൻ്റ് ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കേണ്ട നമ്പർ 17/36 ആണ്. ഇതിൻ്റെ ഓപ്ഷൻസ് കൂടി ഞാൻ എഴുതുന്നു. എ എന്ന് പറയുന്നത് 219/348. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് 68/126. ബി ആണ്, ഇത് എ ഓപ്ഷൻ. സി എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിനകത്ത് 212/326 ആണ്. ഡി എന്ന് പറയുന്ന ഓപ്ഷൻ 204/432. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിന് ചെയ്യാനായിട്ട് നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ നോക്കേണ്ട മെത്തേഡ്, ഇത് നോർമലി എല്ലാവരും ചെയ്യണ 36 കൊണ്ട് ഇതെല്ലാം ഡിവൈഡ് ചെയ്ത് നോക്കും. അതിൻ്റെ ഡിനോമിനേറ്റേഴ്സ്, അതിൻ്റെ ഛേദം എല്ലാം ഡിവൈഡ് ചെയ്ത് നോക്കും. 17 കൊണ്ട് അതിൻ്റെ അംശം ന്യൂമറേറ്റർ എല്ലാം ഡിവൈഡ് ചെയ്ത് നോക്കും. ഇതാണ് നോർമലായിട്ട് എല്ലാ കുട്ടികളും ചെയ്യുന്ന മെത്തേഡ്. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് അങ്ങനെയല്ല. അതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഒത്തിരി ടൈം എടുക്കും. നിങ്ങൾക്ക് നോക്കിയിട്ട് തന്നെ ഇതിൽ ചാൻസസ് ഉള്ള ആൻസേഴ്സും ഒരു ചാൻസും ആകാൻ ചാൻസ് ഇല്ലാത്ത ആൻസേഴ്സും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നോക്കുന്ന 36 കൊണ്ട് 6 മാത്രം നോക്കുക. ഈ 6ൻ്റെ ടേബിളിലും 7ൻ്റെ ടേബിൾ, അതായത് നിങ്ങൾ ഇതിൻ്റെ ഛേദം, ഇതിൻ്റെ ഡിനോമിനേറ്റർ 6ൻ്റെ ടേബിളിൽ വരുന്നുണ്ടോ നോക്കുക. നിങ്ങൾ അതിൻ്റെ 6ൻ്റെ ടേബിൾ നോക്കുക. അപ്പോൾ നോക്കുക, 6ൻ്റെ ടേബിളിൽ 6 8s are 48. 6 8s എത്രയാണ്? 48 വരുന്നു. അപ്പോൾ 6 × 8 48 വരുന്നു. അപ്പോൾ ഇവിടെ 6 × 8 എടുത്താൽ ആ 8 വെച്ച് തന്നെ ഇതിനെ, കാരണം നമുക്കറിയാം ഒരു ഇക്വാലൻ്റ് ഫ്രാക്ഷൻ ആകുമ്പോൾ അതിൻ്റെ അംശത്തെയും ഛേദത്തെയും അതിൻ്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 8 എൻഡ് വരുന്ന 8ൽ വരുന്ന ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയും നമ്മൾ ആ 8 വരുന്ന നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ ഇവിടെ 7 8s നമുക്ക് എന്താ വരുന്നത്? 7 8s നമുക്ക് 56 വരും. അപ്പോൾ എൻഡിൽ 6 ആണ്. അപ്പോൾ ഇത് വരാൻ ഒരു ചാൻസും ഇല്ല. മനസ്സിലായല്ലേ? നമ്മൾ സെയിം നമ്പർ കൊണ്ട് നമ്മൾ അതിൻ്റെ ഇപ്പോൾ 6 ഇൻറ്റു ചെയ്ത പോലെ ഇവിടെ എന്താണ് 7 × 8 അല്ലേ? 7 × 8. അപ്പോൾ നമ്മൾ രണ്ടിലും ഡിനോമിനേറ്ററും ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഒരിക്കലും ഈ നമ്പർ ആവാൻ ചാൻസ് ഇല്ല. ആ നമ്പർ കട്ട് ചെയ്തു. നെക്സ്റ്റ് നമ്പർ നോക്കി, എൻഡ് നമ്പർ 6 ആണ്. 6 6 36. അപ്പോൾ 6 × 6 36 ആണ്. അപ്പോൾ എൻഡ് വന്നു. ആ 6 കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ സെയിം 6 കൊണ്ട് നമ്മൾ 7 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. പക്ഷേ 7 × 6 എന്ന് പറയുന്ന 42 ആണ്. എൻഡ് 2 ആണ് വരേണ്ടത്, പക്ഷേ 8 ആണ്. അതുകൊണ്ട് ആ നമ്പറും ആകാൻ ഒരു ചാൻസും ഇല്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്പർ നോക്കും. മനസ്സിലായില്ല ഇത് എന്തുകൊണ്ട് ചാൻസ് ഇല്ല എന്ന് പറയുന്നു എന്ന്? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കണ്ട. നിങ്ങൾ നോക്കുമ്പോൾ വിത്തിൻ സെക്കൻഡ് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയിട്ട് എഴുതാം. നോക്കിയിട്ട് തന്നെ എഴുതാം. ടേബിൾ പറഞ്ഞു നോക്കുക, പെട്ടെന്ന് നോക്കിയിട്ട് തന്നെ എഴുതാം. അപ്പോൾ അടുത്ത് നോക്കുക, 6 6 × 6 36 ആണ്. എൻഡ് 6 വന്നു. അപ്പോൾ അടുത്തെന്താ 7 × 6 എന്ന് പറയുന്ന 42 ആണ്. 2 വന്നു. അപ്പോൾ ഈ നമ്പർ ആവാൻ ചാൻസ് ഉണ്ട്. ആ നമ്പർ ആവുമെന്നല്ല, ആ നമ്പർ ആവാൻ ചാൻസ് ഉണ്ട്. അടുത്ത നമ്പർ എന്താ പറയുന്നത്? 2 വരുന്നു. അപ്പോൾ 6നോട് എത്ര മൾട്ടിപ്ലൈ? 2 എൻഡ് കിട്ടാം. 6 × 2 12 വരാം അല്ലേ? അപ്പോൾ ആ 2 കൊണ്ട് തന്നെ 7 നോക്കുക, 14 വരുന്നുണ്ട്. അപ്പോൾ ഈ നമ്പർ ആകാനും ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ നോക്കുക, നമ്മളിപ്പോൾ പറഞ്ഞു നമുക്കിനി 2 നമ്പർ ചെക്ക് ചെയ്താൽ മതി. ബാക്കി നമ്പറൊന്നും അതിനകത്ത് വരാൻ ചാൻസസേ ഇല്ല. സോ നമ്മൾ ഫസ്റ്റിൽ 326 / 36 നോക്കുന്നു. ഇതിനകത്ത് 32ൽ പോകത്തില്ല. ടോട്ടൽ നമ്പർ എടുത്തു. ഇപ്പോൾ 10 ആകുമ്പോൾ 360 ആണെങ്കിൽ നമ്മൾ 9 എടുത്ത് നോക്കുന്നു. 36 × 9 ചെയ്ത് നോക്കാം. 36 × 9 എന്ന് പറയുന്നത് എത്രയാണ്? 6 9s എത്രയാണ്? 54 ആണ്. 5 കൊടുത്തു. 18 27 പ്ലസ് 5 എത്രയാണ്? 32 ആണ്. 324. അപ്പോൾ അതിൽ ഡെസിമൽ വരുന്നു. അതുകൊണ്ട് ഈ നമ്പറിനെ നമ്മളങ്ങ് ഒഴിവാക്കുക. ഓക്കെ,
ഡെസിമൽസ് വന്നാൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അടുത്ത നെക്സ്റ്റ് നമ്പറിൽ ഡെസിമൽസ് വരും. സോ ആൻസർ ആകത്തില്ല, അതിന് വിട്ടു. ലാസ്റ്റ് നമ്പർ നോക്കുക. ഇപ്പം ചാൻസസ് അല്ല, ഫുള്ളായിട്ട് ലാസ്റ്റ് ആയിരിക്കും. എങ്കിലും ഒരു ചാൻസിന് വേണ്ടി ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ടിക്ക് ചെയ്ത ആൻസർ എഴുതാം, എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻറ്റു മാർക്ക് ഇട്ട് വച്ചേക്കുക. ടൈം കിട്ടുവാണെങ്കിൽ പിന്നെ വന്ന് അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. എന്തായാലും നമ്മുടെ ക്ലാസ്സിൽ ഇത് ഡിവൈഡ് ചെയ്ത് നോക്കിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നോക്കുക. 432 ഡിവൈഡഡ് ബൈ 36 നോക്കുന്നു. 1 ടൈം 36 ആണ്. അപ്പം നമുക്കറിയാം ഇവിടെ നിന്ന് എടുക്കുന്നു. സബ്ട്രാക്ഷൻ ഒന്നും പറയാൻ പോകുന്നില്ല. സോ നമുക്ക് എന്താണിത്? ഇതിൻ്റെ ആൻസർ 72 ആണ്. 2 ടൈംസ് എത്രയാണ്? 72. അപ്പോൾ 12 കിട്ടി. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 12 കൊണ്ട് 17നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 12 കൊണ്ട് 17നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 204 കിട്ടുവാണെങ്കിൽ അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ 17 ഇൻറ്റു 12 ചെയ്യുന്നു. 7 2 ടൈംസ് എത്രയാണ്? 14. ബാലൻസ് 1 2 1 എത്രയാണ്? 2 എടുത്തു. 3 7 1 ടൈം 4 7 + 3 10 ബാലൻസ് 1 2 204 കണ്ടോ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഡി ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ടൈം എടുത്തു, നിങ്ങളത് നോക്കണ്ട. കാരണം എന്താണ്? ഞാനത് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അത്രയും ടൈം എടുക്കത്തില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് 17/36 തുല്യമായ ഭിന്നസംഖ്യ ആൻസർ ഡി 204 ഡിവൈഡഡ് ബൈ 432 എന്ന് കിട്ടും. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇതിൻ്റെ ഫ്രാക്ഷൻസിന് ഡൗട്ടുള്ളവർ നമ്മുടെ ഈസി മാത്സിൽ ഫ്രാക്ഷൻസ് എന്താണ്? ഫ്രാക്ഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ, പ്രോപ്പർ, ഇംപ്രോപ്പർ കംപ്ലീറ്റ് ആയിട്ട് അവിടെയുണ്ട്. നിങ്ങൾക്ക് ഈസി മാത്സിൻ്റെ പേജിൽ പോയിട്ട് അത് മനസ്സിലാക്കി പഠിക്കാം. ശരി, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 5 ക്വസ്റ്റ്യൻസ് ആയി. അടുത്ത ക്ലാസ്സിൽ മറ്റു 5 ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യും. ശരി, അപ്പോൾ ഓക്കെ, താങ്ക് യു.